വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് പോയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സായി പോയി വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞു വന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയുന്നത്. അന്ന് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് 2021 ഞങ്ങൾ ലാസ്റ്റായിട്ട് 2021 ജനുവരിയിലാണ് ഇങ്ങനത്തെ ഒരു മീറ്റപ്പ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഫുൾ ഷാറ്ററായി പോയി എന്ന് തന്നെ പറയാം. അതിനുശേഷം ഇപ്പോഴാണ് എല്ലാവരും ഇല്ല, എന്നാലും കുറച്ച് പേരായിട്ട് ഒന്ന് കാണാൻ പറ്റുന്നത്, ഇരിക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ആ ദിവസം എനിക്ക് രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ദിവസം ഭയങ്കര ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എങ്ങനെയാവും ഒരു ഫുള്ള്. ഈവൻ ഇഫ് എൻ്റെ അത്രയും നാളത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല. കാരണം ആഫ്റ്റർ മാരേജ് ഞാൻ എല്ലാവരെയും എന്താ പറയുക ഗോസ്റ്റ് മോഡിൽ പോയ പോലെ ആയിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു 10:30 ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നെ ഉണ്ണി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മനുഷ്യനെ എടുക്കാനാണ്. മനുഷ്യനെ എടുക്കാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവളുടെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികളുടെ വിശേഷവും ഉണ്ണീനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ഗാങ്ങിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് വാരിക്കൂട്ടിയത്. ഉണ്ണിക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പോകാൻ ഒരു മടിയൊന്നുമില്ല കേട്ടോ. അവൻ ആരുടെ അടുത്തേക്കായാലും പൊക്കോളും. അവനെല്ലാവരും ഭയങ്കര കംഫർട്ട് തന്നെയാണ് ആരുടെ അടുത്ത് പോകാനാണെങ്കിലും. അങ്ങനെ അവൻ കുറേ നേരം മടിയിലൊക്കെ ഇരുന്ന് അവരുടെ മടിയിലൊക്കെ ഇരുന്ന് സെറ്റായി അവൻ അവിടെ ഇരുന്ന് ഉറങ്ങി. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫിലിം ഡേറ്റ് ആണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂരുള്ള ശോഭ സിറ്റിയിലേക്കാണ് പോയത്. ചേട്ടൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാട്ടോ ഇത്. നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ കുറേ നാൾക്ക് ശേഷമായിട്ട് തിരിച്ച് ഇവിടേക്ക് പോകുന്നത്. ചേട്ടനന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉണ്ണീനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ മാത്രം ഫ്രണ്ട്സായിട്ട് പുറത്ത് വന്നേനുള്ളൂ. പിന്നെ അവരും പറയുന്നുണ്ട് കുഴപ്പമില്ല, ഉണ്ണി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ മുൻപേ വാണിംഗ് കൊടുത്തിരുന്നു. അവൻ അങ്ങനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറഞ്ഞ ടൈപ്പല്ല അവന് ഭയങ്കര ഓട്ടവും വെപ്രാളവും ആണ്. എല്ലാതും വലിച്ചു വാരിടുക, ഓടിച്ചാടി നടക്കുക. നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടില്ല. ഇതൊക്കെ ഞാൻ അവരോട് മുൻപേ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാവരും അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, അവനെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഉണ്ണിനെ കൊണ്ട് ഞാൻ ചെന്നത്. ഉണ്ണിനെ തീരെ പുറത്തേക്ക് അങ്ങനെ വിടാത്തതുകൊണ്ട് തന്നെ വല്ലപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവനെ എടുത്ത് ഒക്കത്ത് വെക്കാനൊന്നും അവൻ സമ്മതിക്കില്ല. അവൻ്റെതായ ഫ്രീ ആയിട്ട് നടക്കണം. പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടിക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ണി. പിന്നെ മോർണിംഗ് ടൈമിൽ അവൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയോണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചു ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഉണ്ണിയാന്നൊക്കെ എല്ലാവരും വിചാരിച്ചത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഫിലിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ വേറൊരു ഫിലിമിനാണ് കയറിയത്. അഡിയോസ് അമിഗോസ് എന്നുള്ള ഫിലിമിനാണ് കേട്ടോ കയറിയത്. ഞാൻ ഉണ്ണി ആയതിനു ശേഷം ഞാൻ തീരെ ഫിലിമിന് പോയിട്ടില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമോ എന്ന് കരുതിയിട്ട് ഞാൻ പോവാറില്ല. കാരണം അവൻ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ ബഹളം വെക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. ഞങ്ങൾ ചെന്ന് അവിടെ ഇരുന്നപ്പോൾ അവൻ ആദ്യമൊക്കെ ഒതുങ്ങിയിരുന്നു. പിന്നെ അവൻ വൈലൻ്റ് ആവാൻ തുടങ്ങി. ഫ്രണ്ടിലുള്ള സീറ്റ് ചവിട്ടാം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സ്നാക്സ് വന്നിരുന്നു. അത് കിട്ടിയപ്പോൾ അവൻ പിന്നെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഫസ്റ്റ് ഇൻ്റർവെൽ വരെ അവൻ പോപ്കോണൊക്കെ കഴിച്ച് സുഖമായിരുന്നു. അപ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരു ടൈം ഒരു 1:30 ആയിരുന്നു. പിന്നെ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഫിലിം കണ്ട് പോകുന്നൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർവെൽ ആയപ്പോഴേക്കും പുറത്തിറങ്ങി. പിന്നെ എനിക്കും പേടിയായിരുന്നു. ഇൻ്റർവെൽ വരെ പോപ്കോൺ കഴിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 അവർക്ക് അവൻ ഇരിക്കുമെന്നുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻ്റർവെൽ ആയപ്പോഴേക്കും നമ്മൾ ഫിലിമിൽ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ ഫിലിമും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും ആർക്കും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തൊരു മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമാണ് നേരെ വാഷ്റൂമിൽ പോകുക, അവിടെ കുറേ ഫോട്ടോസ് എടുക്കുക, സെൽഫീസ് എടുക്കുക. അത് പണ്ടും നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പോൾ ഫ്രണ്ട്സായിട്ട് ഞാൻ ആഫ്റ്റർ മാരേജ് ഞാൻ കുറേ നാൾക്ക് ശേഷം എപ്പോഴാണ് പോകുന്നത്. എന്നാലും ആ ഒരു വൈബ്, ആ ഒരു ടച്ച് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും യങ് ആയ പോലെ തോന്നാം. പിന്നെ അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് പോകാമെന്ന് കരുതി. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഉണ്ണിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. കാരണം വേറെ കുട്ടികൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു. അങ്ങനെ അവനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ കണ്ടില്ല. അവൻ്റെ പിന്നാലെ ഓടിയിട്ട് അവൻ എൻ്റെ പപ്പും തോലും ഇളക്കിയ പോലെ ആക്കി. ആകെ വിയർത്ത് ഒലിച്ച് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അവൻ്റെ പിന്നാലെ ഓടി ഞാനൊരു വഴിയായി. പിന്നെ അവനെല്ലാം ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് നല്ല നിർബന്ധമുള്ളൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താകെ വെച്ച് തേച്ച് ഒലിപ്പിച്ച് ഒരു വീതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഉണ്ണിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വാങ്ങി വെച്ചു. കാരണം അവൻ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ കുറേ തോനെ കോരി കഴിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം നമുക്ക് തന്നെ തീർക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒതുങ്ങിക്കോളും. അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ നമ്മളെ എന്താ പറയുക ഓടിച്ചൊരു വഴിയാക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കംഫർട്ടായിട്ടുള്ള പ്ലേസിൽ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ണി എപ്പോഴും ഒതുങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ഞാൻ അവൻ്റെ പിന്നാലെ ഓട്ടം തന്നെയായിരുന്നു ഓട്ടം. എനിക്ക് ഈ ഒരു കാര്യത്തോടെ മനസ്സിലായി അവനെ മാനേജ് ചെയ്യാൻ അവൻ്റെ അച്ഛനെ തന്നെ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയായിട്ട് ഒറ്റയ്ക്ക് ഞാൻ പുറത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പണിക്കൂറ്റം ആ ഒരു ഡേ തീർത്ത് തന്നു അവൻ. എൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കും മതിയായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കാം. അവരൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവൻ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ അവർ തന്നെയാണ് നോക്കണത്. അപ്പോൾ അവർ ഉണ്ണിനെ പറ്റി പറയണത് കേട്ടിട്ട് എനിക്ക് ചിരി എന്താ പറയുക നിർത്താൻ പറ്റുന്നായിരുന്നില്ല. കാരണം അവർ ആദ്യം വിചാരിച്ച ആളല്ല അവൻ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മാറി എടുക്കാനും നോക്കാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഫുൾ ടൈം എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും ഞാൻ നോക്കുന്ന സമയത്ത് അവൻ എന്നെ ഇട്ട് ഓടിച്ച് വട്ടം ചാടിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച് ഉണ്ണിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവിടെ 2 പേര് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. എനിക്കറിയാം, കാരണം ഈ ഒരു ടൈം
ടൈമിൽ എനിക്ക് പറ്റുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് ഉണ്ണികളായി കഴിഞ്ഞാൽ 3 പേരും കൊണ്ട് പുറത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഈ ഒരു ടൈമിൽ മാത്രം ഉണ്ണീനും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അവർക്കൊരു അറിവായി തുടങ്ങുമ്പോൾ അവരൊറ്റയ്ക്കാക്കി പോകുമ്പോൾ അവർക്ക് വിഷമാവില്ലേ. അതുകൊണ്ട് കിട്ടിയ താപ്പിന് ഞാൻ വേഗം പുറത്തു വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ തിരിച്ചു പോയാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതേപോലത്തെ അവസരങ്ങൾ എനിക്ക് കിട്ടൽ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയ കഫേയിലും പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോയിരുന്ന പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് മെമ്മറീസ് അടിക്കലാണ് അവരായിട്ട് വന്നതും. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നുന്നൊരു പ്ലേസാണത്. ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരിക്കലും കിട്ടൂല എന്ന് ഒരിക്കലും മറക്കൂല. അങ്ങനത്തെ ഒരു ഡേ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കണ ഈ ഒരു പ്ലേസിനെക്കാട്ടും നല്ലത് എനിക്ക് പുറത്ത് അവരുടെ ഡൈനിങ് സ്പേസ് ഉണ്ട്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അവിടെ ഫുള്ള് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ഇരിക്കേണ്ടി വന്നത്. അവിടെ കുറേ നമുക്ക് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി ടൈം നമുക്ക് അവർ ഫുഡ് തരുന്ന കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ കുറേ കളിയൊക്കെ കളിച്ചു. ഉണ്ണിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല. എന്നാലും നമ്മൾ ടേബിളും ഇപ്പോൾ കയറ്റി ഇരുത്തി കൊടുക്കുകയാണ്. എന്നാലും അവനെ വെച്ച് ഫുഡ് കഴിക്കുക, അവനെ വെച്ച് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനതൊക്കെ അവരുടെ മുന്നേ പറഞ്ഞതാണ് ഉണ്ണിനെ കൊണ്ട് വന്നാൽ ശരിയാവില്ല എന്ന്. പക്ഷേ അവർക്കെല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ഉണ്ണില്ലേ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ എല്ലാവർക്കും ഇതോടെ പൂതി മതിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് August 10-നാണ്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട് തസ്ലീമിൻ്റെ ബർത്ത്ഡേ. സോ അവളെ വെച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനറൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കറിയായിരുന്നു ബർത്ത്ഡേ ആവാറായിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസമാണെന്നുള്ളത് എനിക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുള്ളത് October 10 അങ്ങനെയൊക്കെ ആയിരുന്നു. 10-ാം തീയതി എന്നറിയാം. പക്ഷേ എനിക്കെപ്പോഴും August ആണോ October ആണെന്ന് കൺഫ്യൂഷനൊക്കെ വന്നിരുന്നു. പിന്നെയാണ് പെട്ടെന്നാണ് പറയുന്നത് ബർത്ത്ഡേ ആണെന്നുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓരോ ബർത്ത്ഡേക്കും ഒരുപാട് എഫേർട്ട് എടുത്തുള്ളതും ഒരുപാട് കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്തുള്ള ആളാണ് തസ്ലീം. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ മറന്നുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ആയപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് ഫുൾ പ്ലാൻ ഡ്രോപ്പായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് വന്നു. അങ്ങനെ എല്ലാവരും കൂടി കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. പക്ഷേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഉണ്ണി എൻ്റെ കയ്യിലുണ്ട്. അവനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ എല്ലാവരുമായിട്ട് എൻജോയും ചെയ്യണം. ഉണ്ണിൻ്റെ കാര്യം നോക്കണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാതും ഞാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജ്വല്ലറിക്കാണ്. കാരണം റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനൊരു വീഡിയോസിലും താലിമാലയൊന്നും ഇട്ടിരുന്നില്ല. കാരണം വലിയ മാലയോട് എനിക്ക് തീരെ കംഫർട്ടില്ല. അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ചെയിനും ചെറിയൊരു താലിയും എടുത്തിരുന്നു. അങ്ങനെ അതും എടുത്ത് വീട്ടിലെത്തിയപ്പോഴേക്കും 5 മണിയൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ സുഖമായി ഉറങ്ങുന്നതായിരുന്നു. പക്ഷേ തിരിച്ച് വന്നപ്പോഴേക്കും ഉണ്ണി ഭയങ്കര വാശിയായി. കാരണം അവൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ തെറ്റിയോണ്ട് തന്നെ അവൻ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് പാല് കുടിക്കണോണ്ട് ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുത്താൽ അവൻ കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് വാശി പിടിച്ചവനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ കൊച്ചും അമ്മയും നല്ല സെറ്റായിട്ട് ഇരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് മീറ്റപ്പ് ചെയ്ത ഞങ്ങളെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.